ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2008 റിലീസായ കുങ്ഫു പാണ്ട എന്ന മൂവിയാണ്. 2008 കുങ്ഫു പാണ്ട 1 റിലീസായത്. കുങ്ഫു പാണ്ട ഫ്രാഞ്ചൈസിലെ ഫസ്റ്റ് മൂവിയാണ് കുങ്ഫു പാണ്ട. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോൺ സ്റ്റീവൻസണും മാർക്ക് ഓസ്ബോണും എന്ന 2 വ്യക്തികളാണ്. ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രീം വർക്ക്സ് എന്ന കമ്പനിയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഷ്രെക്കും മെഗാബൈൻഡും ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗണും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതേ ഡ്രീം വർക്ക്സ് കമ്പനിയാണ്. ഇതൊരു ആനിമേറ്റഡ് ഫ്രാഞ്ചൈസ് ആണെങ്കിൽ പോലും ഇത് ഇറങ്ങിയ സമയത്ത് ആൾക്കാർ നെഞ്ചിലേറ്റ് ഫ്രാഞ്ചൈസാണ് കുങ്ഫു പാണ്ട. നമുക്ക് ലാഗ് അടിപ്പിക്കാതെ തന്നെ വേഗം മൂവിയിലോട്ട് കടക്കാം. സിനിമ തുടങ്ങുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ക്യാരക്ടർ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ്. ഐതിഹ്യങ്ങൾ ഒരു നായകനെ പറ്റി പറയുന്നു. അദ്ദേഹത്തിൻ്റെ മഹാശക്തിയും കുങ്ഫു സ്കിൽസും കൊണ്ട് അയാൾ നാടുകൾ സഞ്ചരിച്ചു. ഒരു അനുയോജ്യനായ എതിരാളിയെ തേടി അയാളൊരു ടൗൺ കണ്ടുപിടിച്ച് അവിടുത്തെ ഡോറ് ചവിട്ടി പൊളിച്ച്. പുള്ളിയെ കണ്ടത് കുറേ പേരൊക്കെ ഒരു പുച്ഛത്തോടെയും ധൈര്യത്തോടെയും നോക്കിയത്. പക്ഷേ ചിലവരൊക്കെ പേടിച്ച് കുറച്ച് പൈസ വരെ ഇട്ട് കൊടുത്തു. ആ വാരിയർ അവിടെ കൊലമാസമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോഴാണ് ആ ടൗൺ റൂൾ ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയുടെ ഗ്യാങ്ങിൻ്റെ ലീഡർ വാരിയർ ഫുഡ് കഴിക്കുന്ന കണ്ടിട്ട് കാലി വന്ന് അങ്ങനെ കൈ എടുത്ത ടേബിൾ വെച്ച് ഒരടി. താൻ ആ ഫുഡൊന്ന് ചവച്ചിറക്കിക്കോട്ടെ 1 മിനിറ്റ് എന്ന ഭാവത്തിൽ ആ വാരിയർ ആ ഫുഡ് ഇറക്കുന്നത്. പിന്നെ നടന്നത് ചരിത്രം. പിന്നെ അവിടെ നടന്നത് ആ ഗ്യാങ് ഒരിക്കലും ജീവിതത്തിൽ മറക്കത്തില്ല. അങ്ങനെ ഈ മാരക ഫൈറ്റ് ഒടുവിൽ തറയിലൊന്നും നിൽക്കാതെ എത്രയൊക്കെ എനിമിയെ പുള്ളി ഫേസ് ചെയ്തോ എനിമിക്കെല്ലാം അടി കിട്ടുന്ന അല്ലല്ലോ പുള്ളിയുടെ രോമത്തിൽ തൊടാൻ അവർക്കൊന്നും പറ്റുന്നില്ല. എല്ലാം അടി വാങ്ങിച്ച് കൂട്ടുന്നതിൻ്റെ ഇടയ്ക്കാണ് ആകാശത്തുനിന്ന് വിചിത്രമായ കുറേ ചെന്നായ്ക്കളും പൂച്ചകളും ഒരുമിച്ച് ആ പാണ്ഡെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിനു മുന്നേ ഇതിലും പേടിച്ചതും പവർഫുള്ളായൊരു പാണ്ഡെ ഇവർ കണ്ടിട്ടേ ഇല്ല. ചൈനയിലെ തന്നെ ഏറ്റവും പവർഫുള്ളായ ഹീറോസായ ഫ്യൂരിയസ് 5 എന്ന 5 പേരടങ്ങുന്ന ടീമിന് പോലും ഇങ്ങനെ തോൽപ്പിക്കാനുള്ള ശക്തി ഇല്ലാതെ മുന്നിൽ തല ഒന്നിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ ടീമപ്പ് ആവണമെന്ന് അവരെ സജസ്റ്റ് ചെയ്തു. ആ പാണ്ഡെ അത് സമ്മതിക്കുകയും ചെയ്ത് അങ്ങനെ 6 മെമ്പേഴ്സ് അടങ്ങുന്ന പുതിയൊരു ടീമായിട്ട് അത് മാറി. പക്ഷെ പുറത്ത് കിടക്കുന്ന അത്ര എളുപ്പമുള്ള പണിയല്ലായിരുന്നു. അവർക്ക് ഡീമൺ മൗണ്ടനിൽ 10,000-ലധികമുള്ള ഡീമൺസിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ആ വാരിയറും കൂടെയുള്ള 5 പേരും അതിന് റെഡി ആയിട്ട് നിന്നു. ആ പാണ്ഡാ വാരിയർ അവൻ്റെ കയ്യിലുള്ള വാളെടുത്ത് അവിടുത്തെ മുളയെല്ലാം വെട്ടിക്കളഞ്ഞ് ആ ഡീമൺസിന് നേരെ ടീമുമായിട്ടൊരൊറ്റ ചാട്ടം. അപ്പോഴാണ് ഇവിടുത്തെ മെയിൻ ട്വിസ്റ്റ്. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെല്ലാം ഒരാളുടെ സ്വപ്നമായിരുന്നു. എടാ ഇന്നിക്കടാ ഇല്ലേ ജോലിക്ക് വന്ന് താമസിക്കും. ഇവിടുന്ന് ഒരു നല്ല ട്രാൻസിഷനോടെ നമ്മൾ പ്രസൻറ്റ് വേൾഡിലേക്ക് എത്തുന്നു. അങ്ങനെ നമ്മുടെ കഥയിലെ നായകനായപ്പോൾ നല്ലൊരു സ്വപ്നത്തിന് ശേഷം എണ്ണിക്കുവാണ്. വേറെ മുറിയിൽ നിന്നൊക്കെ കൂടെയുള്ളവർ അവനോട് എണ്ണിക്കാൻ പറയുന്നുണ്ട്. അവൻ കഷ്ടിച്ച് ചുറ്റുമൊക്കെ എണ്ണിട്ടൊന്ന് നോക്കിയിട്ട് വീണ്ടും തറയിലോട്ടങ്ങ് വീട്. അങ്ങനെ 2 കാലും തറയിലിട്ടടിച്ച്. അങ്ങനെ ശബ്ദം ഉണ്ടായപ്പോൾ താഴേന്ന് അവൻ എന്തെടുക്കുവാന്ന് ചോദിച്ച് ചോദ്യങ്ങൾ വരുന്നു. അവനതിനൊന്നുമില്ലാന്ന് മറുപടി പറഞ്ഞ് ഒന്നുകൂടെ കഷ്ടിച്ച് എണ്ണിക്കാൻ നോക്കുന്നു. പക്ഷെ എന്തോ ഇത്ര നേരം ഉറങ്ങിയോണ്ട് എണ്ണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ ചാടി എണ്ണിട്ട് അവിടെയുള്ള മങ്കി, മാൻറ്റിസ്, ക്രെയിൻ, വൈപ്പർ, ടൈഗ്രസ് ഇതെല്ലാം ടോയ്സിൻ്റെ പേരാണ് കേട്ടോ. അതിൻ്റെ എല്ലാം മുന്നേ ഒന്ന് കോക്രി കാണിച്ച്. ഇവനെന്ത് തേങ്ങയായി കാണിക്കുന്നതെന്ന് വിചാരിച്ച് അപ്പുറത്ത് നിന്ന് പിങ്ങെന്ന് പറഞ്ഞ പിഗ് പോയിനെ ശരിക്കും വഴക്ക് പറഞ്ഞു. പോയി റെഡി ആവാനും പറഞ്ഞ് വരുവാന്ന് ഉറക്കെ പറഞ്ഞ ആ വീട് മൊത്തം ഇളക്കിക്കൊണ്ട് അതിൻ്റെ സ്റ്റെയർ കേസിലൂടെ അവൻ എങ്ങനെയൊക്കെയോ എഴഞ്ഞു വന്ന്. സോറി അച്ഛാ. സോറി പറഞ്ഞാൽ നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി അവിടെ എന്തോ തേങ്ങയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ശബ്ദമൊക്കെ വന്നല്ലോ. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സ്വപ്നം കണ്ടതാ. എന്തിനെ പറ്റിയുള്ള സ്വപ്നം? അതിപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നീ എന്ത് സ്വപ്നമാണ് കണ്ടുകൊണ്ടിരുന്നതെന്ന്? അത് ഞാൻ നൂഡിൽസിനെ പറ്റിയാണ് കണ്ടുകൊണ്ടിരുന്നത്. നൂഡിൽസിനെ പറ്റി തന്നെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ വേറെ എന്തിനെ പറ്റി സ്വപ്നം കാണാനാ? ആ സൂപ്പ് സൂക്ഷിച്ചു കൊണ്ടുപോകണേ. അങ്ങനെ തൻ്റെ മോൻ അവസാനമെങ്കിലും നൂഡിൽസിനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ കണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലും സന്തോഷത്തിലും അവൻ്റെ അച്ഛൻ ഓടിപ്പോയി. ഇതൊക്കെ കണ്ട് വണ്ടടിച്ച് നിൽക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ വീണ്ടും ഒരു തൊപ്പിയും ഡ്രസ്സും എടുത്തുകൊണ്ട് വന്ന് അത് അവൻ ഇട്ട് കൊടുക്കുന്നത്. എടാ ഈ നിമിഷത്തിന് വേണ്ടിയാടാ ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത്. ഇതൊരു സൈനാടാ. എന്തിൻ്റെ സൈൻ? എന്ത് സൈൻ? എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, സൂപ്പിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നിനക്ക് പഠിപ്പിച്ചു തരാൻ സമയമായെന്ന്. അപ്പം നീ നിൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കും. പിന്നെ ഞാൻ നൈസിന് എൻ്റെ ഈ തട്ടുകട നിൻ്റെ തലയിലോട്ട് അങ്ങ് തട്ടും. നീ ഇത് ടേക്ക് ഓവർ ചെയ്യണം. ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എടുത്തതും
അതുപോലെ എൻ്റെ അച്ഛൻ പുള്ളിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എടുത്തത് പുള്ളിയുടെ അച്ഛൻ മാജിയോങ്ങിലൊരു ഗെയിമിൽ തൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എടുത്തതുപോലെ. ഇതൊക്കെ കേട്ടോട്ടിപ്പോൾ അച്ഛാ അതൊരു ഡ്രീം മാത്രമായിരുന്നു. അത് ഒരു ഡ്രീം അല്ല, നമ്മുടെ നൂഡിൽസ്. പക്ഷെ അച്ഛൻ എപ്പോഴെങ്കിലും ഈ നൂഡിൽസ് സെറ്റപ്പൊക്കെ മാറ്റി വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലേ? ഇത് കേട്ടിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു, ആക്ച്വലി ഞാൻ ചെറുപ്പമായിരുന്നപ്പം എവിടെയെങ്കിലും ഓടിപ്പോയിട്ട് ടോഫു ഉണ്ടാക്കാൻ പഠിച്ചോല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ചെയ്യാനത്? ഇന്നത്തെ പാർട്ട് തൽക്കാലം ടൈമിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ട് ഞാൻ 20 മിനിറ്റ്സ് വരെ നോക്കാം.